കന്യാസ്ത്രീകളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് ക്രൈസ്തവ സഭ ഇന്നും വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അതേസമയം കത്തോലിക്കാ സഭാ നേതൃത്വവുമായി BJP സംസ്ഥാന നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കുക, പൗരസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമം അവസാനിപ്പിക്കുക. ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണം നടത്തുന്ന BJP ഗവൺമെന്റിന്റെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഓരോ സന്യാസിയും ഇന്ന് സന്നദ്ധമാണ്. ഞങ്ങളുടെ ഹൃദയം ഇന്ന് വേദനയാണ്. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അസ്ഥികളും ഇന്ന് വേദന കൊണ്ട് ജ്വലിക്കുകയാണ്. കേന്ദ്രവും BJPയും ഉറപ്പു നൽകിയിട്ടും കന്യാസ്ത്രീകളുടെ മോചനം വൈകുന്നതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. സിസ്റ്റേഴ്സിനെ ഇപ്പോൾ ജാമ്യമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ തിന്മയ്ക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുന്നു. ഈ നമ്മുടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും നീതി ലഭിക്കുന്നതുവരെ. ഞങ്ങൾ ശബ്ദിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ മൗനം ഈ ദുഃഖത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ വിമർശനത്തിനും തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മറുപടി നൽകി. കണ്ണൂർ നഗരത്തിൽ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. കത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊല്ലത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു. മോചനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉറപ്പു നൽകിയെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു, ഉറപ്പ് തന്നു, ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ BJP ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.